ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC Decode യൂട്യൂബ് ചാനൽ. കഴിഞ്ഞ വീഡിയോസ് നമ്മൾ ചെയ്ത സമയത്ത് നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ടോപ്പിക് വൈസ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് ചെയ്യാമോ എന്ന്. അതുകൊണ്ട് തന്നെ ഇനി മുതൽ നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ കൂടി ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ടോപ്പിക് വൈസ് മോക്ക് ടെസ്റ്റുകളുടെ ഒരു സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിലെ ഫസ്റ്റ് വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ജോഗ്രഫിയുടെ ഒരു 15 ക്വസ്റ്റ്യൻസിൻ്റെ മോക്ക് ടെസ്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൂടുതലും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: ഭൂകമ്പ തരംഗങ്ങളുടെ ഉത്ഭവ സ്ഥാനം. ഓപ്ഷൻ എ ഭൂകമ്പ നാഭി, ഓപ്ഷൻ ബി അതികേന്ദ്രം, ഓപ്ഷൻ സി മാൻഡിൽ, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഭൂകമ്പ തരംഗങ്ങളുടെ ഉത്ഭവ സ്ഥാനം ഏതാണ്? നിങ്ങൾക്ക് ആൻസർ ചെയ്യാനുള്ള സമയമാണ്. ആൻസർ പറയാം. ആൻസർ ഓപ്ഷൻ എ ഭൂകമ്പ നാഭി. ഭൂകമ്പ തരംഗങ്ങളുടെ ഉത്ഭവ സ്ഥാനം അറിയപ്പെടുന്ന പേരാണ് ഭൂകമ്പ നാഭി. അടുത്ത ചോദ്യം: വി രൂപ താഴ്വരകൾ സൃഷ്ടിക്കപ്പെടുന്നത് നദിയുടെ ഏത് ഘട്ടത്തിൽ വെച്ചാണ്? ഓപ്ഷൻ എ പക്വതയാർന്ന ഘട്ടം, ഓപ്ഷൻ ബി യുവത്വഘട്ടം, ഓപ്ഷൻ സി പ്രായമാർന്ന ഘട്ടം, ഓപ്ഷൻ ഡി എല്ലാ ഘട്ടത്തിലും. വി രൂപ താഴ്വരകൾ സൃഷ്ടിക്കപ്പെടുന്നത് ഏത് ഘട്ടത്തിൽ വെച്ചാണ്? ആൻസർ പറയാം. ആൻസർ ഓപ്ഷൻ ബി യുവത്വഘട്ടം. വി രൂപ താഴ്വരകൾ സൃഷ്ടിക്കപ്പെടുന്നത് നദിയുടെ യുവത്വഘട്ടത്തിൽ വെച്ചാണ്. അടുത്ത ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും ദൃഢമായ ധാതു. ഓപ്ഷൻ എ ടോപ്പാസ്, ഓപ്ഷൻ ബി ഇരുമ്പ്, ഓപ്ഷൻ സി ഫെൽസ്പാർ, ഓപ്ഷൻ ഡി ഡയമണ്ട്. ആൻസർ ചെയ്തെന്ന് വിചാരിക്കുന്നു. ആൻസർ ഓപ്ഷൻ ഡി ഡയമണ്ട്. ഏറ്റവും ദൃഢമായ ധാതുവാണ് ഡയമണ്ട്. അടുത്ത ചോദ്യം: ഊഷ്മാവിന്റെയും മഴയുടെയും അടിസ്ഥാനത്തിൽ കാലാവസ്ഥയെ തരംതിരിച്ച ശാസ്ത്രകാരൻ. ഓപ്ഷൻ എ കേപ്പൻ, ഓപ്ഷൻ ബി തോൺ വൈറ്റ്, ഓപ്ഷൻ സി ഇമ്മാനുവൽ കാന്റ്, ഓപ്ഷൻ ഡി എഡ്വിൻ ഹബിൾ. ഇതിലാരാണ് ഊഷ്മാവിന്റെയും മഴയുടെയും അടിസ്ഥാനത്തിൽ കാലാവസ്ഥയെ തരംതിരിച്ചത്? ആൻസർ ഓപ്ഷൻ എ കേപ്പൻ. ഊഷ്മാവിന്റെയും മഴയുടെയും അടിസ്ഥാനത്തിൽ കാലാവസ്ഥയെ തരംതിരിച്ച ശാസ്ത്രകാരനാണ് കേപ്പൻ. അടുത്ത ചോദ്യം: ചെങ്കുളം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല. ഓപ്ഷൻ എ പത്തനംതിട്ട, ബി വയനാട്, സി ഇടുക്കി, ഡി കോട്ടയം. ആൻസർ ഓപ്ഷൻ സി ഇടുക്കി. ചെങ്കുളം ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം: MC റോഡിനു സമാന്തരമായി ദേശീയപാത അതോറിറ്റി നിർമ്മിക്കുന്ന പാതയുടെ പേര്. ഓപ്ഷൻ എ ഗ്രീൻഫീൽഡ്, ഓപ്ഷൻ ബി വൈറ്റ് ഫീൽഡ്, ഓപ്ഷൻ സി കേരള ഹൈവേ, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. MC റോഡിന് സമാന്തരമായി ദേശീയപാത അതോറിറ്റി നിർമ്മിക്കുന്ന പാതയുടെ പേര്. ആൻസർ ഓപ്ഷൻ എ ഗ്രീൻഫീൽഡ്. ഗ്രീൻഫീൽഡ് എന്നാണ് ആ ഒരു സമാന്തര പാതയുടെ പേര്. അടുത്ത ചോദ്യം: ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദിയായ ടീസ്റ്റ ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത്? ഓപ്ഷൻ എ സിക്കിം ആൻഡ് അസം, ഓപ്ഷൻ ബി അസം ആൻഡ് പശ്ചിമ ബംഗാൾ, ഓപ്ഷൻ സി ബീഹാർ ആൻഡ് സിക്കിം, ഓപ്ഷൻ ഡി സിക്കിം ആൻഡ് പശ്ചിമ ബംഗാൾ. ടീസ്റ്റ ഒഴുകുന്ന സംസ്ഥാനങ്ങൾ. ആൻസർ ഓപ്ഷൻ ഡി സിക്കിം ആൻഡ് പശ്ചിമ ബംഗാൾ. ടീസ്റ്റ ഒഴുകുന്നത് സിക്കിമിലൂടെയും പശ്ചിമ ബംഗാളിലൂടെയുമാണ്. അടുത്ത ചോദ്യം: ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ മധ്യപ്രദേശ്, ഓപ്ഷൻ ബി ഗുജറാത്ത്, ഓപ്ഷൻ സി മണിപ്പൂർ, ഓപ്ഷൻ ഡി പശ്ചിമ ബംഗാൾ. ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം. ആൻസർ ഓപ്ഷൻ സി മണിപ്പൂർ. ബാക്കി മധ്യപ്രദേശ്, ഗുജറാത്ത്, പശ്ചിമ ബംഗാൾ ഈ 3 സംസ്ഥാനങ്ങളിലൂടെയും ഉത്തരായന രേഖ കടന്നു പോകുന്നുണ്ട്. മണിപ്പൂരിലൂടെ കടന്നു പോകുന്നില്ല. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിലെ പ്രധാന വ്യവസായ മേഖലകളിൽ ഉൾപ്പെടാത്ത പ്രദേശം ഏത്? ഓപ്ഷൻ എ മുംബൈ പൂന, ഓപ്ഷൻ ബി കൊല്ലം തിരുവനന്തപുരം, ഓപ്ഷൻ സി ഗുജറാത്ത്, ഓപ്ഷൻ ഡി അംബാല അമൃത്സർ. വ്യവസായ മേഖലകളിൽ ഉൾപ്പെടാത്ത പ്രദേശം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി അംബാല അമൃത്സർ. ഇതാണ് വ്യവസായ മേഖലകളിൽ ഉൾപ്പെടാത്ത പ്രദേശം. ഇപ്പൊ പ്രധാനപ്പെട്ട വ്യവസായ മേഖലകളിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളാണ് മുംബൈ പൂന, കൊല്ലം തിരുവനന്തപുരം, ഗുജറാത്ത് ഇതൊക്കെ. അടുത്ത ചോദ്യം:
ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ വില്ലേജ് സ്ഥിതി ചെയ്യുന്ന ജില്ല? ഓപ്ഷൻ എ കാസർഗോഡ്, ഓപ്ഷൻ ബി ഇടുക്കി, ഓപ്ഷൻ സി കോഴിക്കോട്, ഓപ്ഷൻ ഡി വയനാട്. ആൻസർ ഓപ്ഷൻ ഡി വയനാട്. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ വില്ലേജ് സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാടാണ്. അടുത്ത ചോദ്യം, ദേശീയ ജലപാത 2 നാഷണൽ വാട്ടർവേ 2 അതിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏവ? ഒന്നാമത്തെ പ്രസ്താവന അലഹബാദ് മുതൽ ഹാൽഡിയ വരെ സ്ഥിതി ചെയ്യുന്നു. രണ്ടാമത്തെ പ്രസ്താവന സാദിയ മുതൽ ദുബ്രി വരെ സ്ഥിതി ചെയ്യുന്നു. മൂന്നാമത്തെ പ്രസ്താവന 1620 കിലോമീറ്റർ നീളമുണ്ട്. നാലാമത്തെ പ്രസ്താവന ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ പങ്കിടുന്നു. ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി 2ഉം 4ഉമാണ് ശരിയായ പ്രസ്താവനകൾ. നാഷണൽ വാട്ടർവേ 2 സാദിയ മുതൽ ദുബ്രി വരെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ പങ്കിടുന്നു. ഈ 2 പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ചോദ്യം, ഊർജയാനം പദ്ധതിയുടെ ഭാഗമായി പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ ഫിലമെന്റ് ബൾബ് ഫ്രീ പഞ്ചായത്ത്? ഓപ്ഷൻ എ പീലിക്കോട്, ഓപ്ഷൻ ബി ആലക്കോട്, ഓപ്ഷൻ സി അന്തിക്കാട്, ഓപ്ഷൻ ഡി ചോറോട്. ഊർജയാന പദ്ധതിയുടെ ഭാഗമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ ഫിലമെന്റ് ബൾബ് ഫ്രീ പഞ്ചായത്ത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ പീലിക്കോടാണ്. പീലിക്കോടാണ് ഊർജയാന പദ്ധതിയുടെ ഭാഗമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ ഫിലമെന്റ് ബൾബ് ഫ്രീ പഞ്ചായത്ത് പീലിക്കോട്. അടുത്ത ചോദ്യം, ഫൂട്ട് ലൂസ് വ്യവസായങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏവ? ഒന്നാമത്തെ പ്രസ്താവന പഞ്ചസാര വ്യവസായം ഇതിനുദാഹരണമാണ്. രണ്ടാമത്തെ പ്രസ്താവന വ്യവസായ സ്ഥാനീയ ഘടകങ്ങൾ കൂടുതലായി ബാധിക്കുന്നില്ല. മൂന്നാമത്തെ പ്രസ്താവന കൂടുതൽ തൊഴിലാളികളെ ആവശ്യമാണ്. നാലാമത്തേത് പരിസ്ഥിതി സൗഹൃദ വ്യവസായമാണ്. ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഓപ്ഷൻസ് നോക്കിയിട്ട് ആൻസർ ചെയ്യാം. ഫൂട്ട് ലൂസ് വ്യവസായങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. അതായത് വ്യവസായ സ്ഥാനീയ ഘടകങ്ങൾ കൂടുതലായി ബാധിക്കുന്നില്ല. അതുപോലെ തന്നെ പരിസ്ഥിതി സൗഹൃദ വ്യവസായമാണ്. ഫൂട്ട് ലൂസ് വ്യവസായങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകളാണ് ഇത് രണ്ടും. അടുത്ത ചോദ്യം നോക്കാം. അടുത്തത് ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. 14ാമത്തെ ചോദ്യം, ചരൽക്കുന്ന് ഹിൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന ജില്ല? ഓപ്ഷൻ എ പത്തനംതിട്ട, ഓപ്ഷൻ ബി കൊല്ലം, ഓപ്ഷൻ സി കോട്ടയം, ഓപ്ഷൻ ഡി ആലപ്പുഴ. ആൻസർ ഓപ്ഷൻ എ പത്തനംതിട്ട. ചരൽക്കുന്ന് ഹിൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ടയിലാണ്. 15ാമത്തെ ചോദ്യം, കേരളത്തിലെ ഗവേഷണ കേന്ദ്രങ്ങളെ ബന്ധപ്പെടുത്തി ചേരുംപടി ചേർക്കുക. ലിസ്റ്റ് 1ൽ കൊടുത്തിരിക്കുന്നത് കാപ്പി, ഏത്തവാഴ, കൈതച്ചക്ക, പുൽത്തൈലം. ലിസ്റ്റ് 2ൽ വാഴക്കുളം, ഓടക്കാലി, ചൂണ്ടേൽ, കണ്ണാറ. ഇത് കൃത്യമായിട്ട് ചേരുംപടി ചേർത്ത് ആൻസർ കണ്ടുപിടിക്കുക. ഓപ്ഷൻസ് നോക്കിയിട്ട് ആൻസർ ചെയ്തോളൂ. നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്തിട്ട് സമയമെടുത്ത് ആൻസർ ചെയ്യാം. ആൻസർ പറയാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. അതായത് കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ചൂണ്ടേൽ, കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വാഴക്കുളം, ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ, പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ജിയോഗ്രഫിയുടെ 15 ക്വസ്റ്റ്യൻസിന്റെ മോക്ക് ടെസ്റ്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു മോക്ക് ടെസ്റ്റിന്റെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് 10 മാർക്കാണ്. അതായത് നെഗറ്റീവ് മാർക്കും കൂടി കാൽക്കുലേറ്റ് ചെയ്യണം. നെഗറ്റീവ് കുറച്ചിട്ട് നിങ്ങൾക്ക് 10 മാർക്ക് നേടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കട്ട് ഓഫ് കടന്നു. അപ്പോൾ ആർക്കൊക്കെ കട്ട് ഓഫ് കടക്കാൻ പറ്റിയെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ നിങ്ങൾക്ക് കിട്ടിയ മാർക്കും കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസും ഒക്കെ കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണം. ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.